all, welcome back to Recorder Programming conducted by LionoEdu, and here this is program number 13 and we are going to find largest among 3 input numbers. Python programming language use ചെയ്തിട്ട് 3 numbers നമ്മൾ ഇൻപുട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൽ നിന്നും ലാർജസ്റ്റ് നമ്പറിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ പ്രോഗ്രാംസിലൂടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് 3 സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് നമ്മൾ യൂസറിൽ നിന്നും ഇൻപുട്ട് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ 3 സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഏർലിയർ പ്രീവിയസ് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ ആഷ് നമ്മൾ കൊടുക്കുന്നത് കമൻ്റ് ആയിട്ടാണ്, കമൻറ്റിങ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് നമ്മളിവിടെ ആഷിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ബൈ അൺകമൻറ്റിങ് ദിസ് ഫോളോയിങ് ലൈൻസ് വി ക്യാൻ ടേക്ക് 3 numbers ഫ്രം ദ യൂസർ ആസ് അവർ ഇൻപുട്ട്. ഓക്കെ, ദെൻ ഇതിൽ വേറൊരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ പ്രീവിയസ് വീഡിയോസിലെല്ലാം ഇൻറ്റിജർ ആയിരുന്നു ഡാറ്റ ടൈപ്പായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ ഫ്ലോട്ടായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഡാറ്റ ടൈപ്പ് ഫ്ലോട്ടായിട്ടാണ് നമ്മൾ കൊടുത്തത്. ഓക്കെ, സോ ഈ 3 സ്റ്റെപ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് യൂസറിൽ നിന്നും ഇൻപുട്ട് കളക്ട് ചെയ്ത് ഓരോ വേരിയബിളിലോട്ട് num1 സ്റ്റോർ ചെയ്യാം, num2 സ്റ്റോർ ചെയ്യാം, num3 സ്റ്റോർ ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി പ്രീവിയസ് വീഡിയോസിലെല്ലാം ഞാൻ എന്തായിരുന്നു പറഞ്ഞു തന്നെ, ഇഫും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എൽസും. ഇവിടെ നിങ്ങൾക്ക് പുതിയൊരു മെമ്പറിനെ കൂടെ പരിചയപ്പെടാം, അതായത് ഇഫിൻ്റെയും എൽസിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്ന ഒരു കണ്ടീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എലിഫ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്താണ് കണ്ടീഷൻസ് കൊടുക്കുന്നത്, ത്രീ കണ്ടീഷൻസ് നമ്മൾ നോക്കും, അതായത് സാറ്റിസ്ഫൈഡ് ആണോ അല്ലേ എന്നുള്ളതെല്ലാം. സോ ഇവിടെ നമ്മൾ ഇഫ്, എലിഫ്, എൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ എന്താ നമ്മൾ കൊടുത്തിട്ടുള്ളതെന്ന് നോക്കാം. അതായത് ഇഫ് നം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു num2 ആൻഡ് num1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു num3 ആണെങ്കിൽ എന്താണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്, ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഈക്വൽ ടു num1 ആണ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, num2ഉം num3യും എന്താണ് ലെസ് ദാൻ num1 ആണെന്നുണ്ടെങ്കിൽ എന്ത് നമുക്ക് പ്രിൻ്റ് ചെയ്യിപ്പിക്കാം, num1 ആണെന്ന് നമുക്ക് പ്രിൻ്റ് ചെയ്യിപ്പിക്കാം അല്ലേ. ഇനി നമ്മൾ എന്ത് നോക്കും, നെക്സ്റ്റ് എലിഫ് കണ്ടീഷൻ നോക്കുക. num2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു num1 ആൻഡ് num2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു num3 ആണെങ്കിൽ വി വിൽ പ്രിൻറ്റ് ലാർജസ്റ്റ് ഇസ് ഈക്വൽ ടു num2 എന്ന് പ്രിൻ്റ് ചെയ്യിപ്പിക്കും. ഓക്കെ, സോ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, num1 എന്ന് പറയുന്നതും num3 എന്ന് പറയുന്നതും num2 ചെറുതാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, num2 എന്ന് പറയുന്നത് ലാർജസ്റ്റ് ആണെന്ന് പറയാം അല്ലേ. സോ നെക്സ്റ്റ് കണ്ടീഷനും കഴിഞ്ഞു. ഇനി നമ്മൾ എന്താണ് നോക്കേണ്ടത്, ഇപ്പം നമ്മൾ num1ഉം num2ഉം ലാർജസ്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് കണ്ടു. ഇനി നമ്മൾക്ക് num3 ആണ് ലാർജസ്റ്റ് വരുന്നതെങ്കിൽ എങ്ങനെയാണ് എഴുതേണ്ടത്, ഈ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി ഗോയിങ് ടു ദി നെക്സ്റ്റ്, ദറ്റ് ഈസ് എൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ എന്താണ് പ്രിൻ്റ് ചെയ്യുക, ലാർജസ്റ്റ് ഈക്വൽ ടു num3. ഇനി നമ്മൾ ലാസ്റ്റിൽ നമ്മൾ കൺവീനിയൻസിന് വേണ്ടി കൊടുക്കുന്നതാണ്, അതായത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുമ്പോൾ നമുക്ക് വൃത്തിയിൽ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലാസ്റ്റ് സെൻറ്റൻസ് കൊടുക്കുന്നത്, അതായത് പ്രിൻറ്റ് ദ ലാർജസ്റ്റ് നമ്പർ ഈസ് ലാർജസ്റ്റ്. ഓക്കെ, സോ ഓക്കെ, നൗ നമുക്കൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം കേട്ടോ. എക്സാമ്പിൾ എന്ന് പറയുന്നത് num1 എന്ന് പറഞ്ഞ് നമ്മൾ 10 കൊടുത്തു, num2 എന്ന് പറഞ്ഞ് 14 കൊടുത്തു, num3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ 12 കൊടുത്തു. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കുമ്പോൾ ഇഫ് കണ്ടീഷൻ നോക്കുമ്പോൾ ഇഫ് num1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു num2 ആൻഡ് num1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു num3, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, ബിക്കോസ് num1 എന്ന് പറഞ്ഞാൽ 10 ആണ്, 10 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 14 അല്ല. സോ ആ കണ്ടീഷൻ നമ്മൾ അവിടെ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ പോകുമ്പോൾ എലിഫ് സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോകുമ്പോൾ num2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു num1 ആൻഡ് num2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു num3 ആണെങ്കിൽ നമുക്ക് ലാർജസ്റ്റ് ഈക്വൽ ടു num2 എന്ന് പ്രിൻറ്റ് ചെയ്യാം. സോ നമുക്ക് നോക്കാം, 14 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ആൻഡ് 14 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 12. യെസ്, ഈ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തു. സോ നമ്മൾ എന്ത് പ്രിൻറ്റ് ചെയ്യും, ലാർജസ്റ്റ് ഈക്വൽ ടു 14 എന്ന് നമുക്ക് പറഞ്ഞ് കിട്ടി അല്ലേ. ഇനി നമുക്കപ്പോൾ ഔട്ട്പുട്ട് എന്താണ് വരിക, ദ ലാർജസ്റ്റ് നമ്പർ ഈസ് 14 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, സോ നമുക്ക് നോക്കാം ഔട്ട്പുട്ട് എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന്. ദ ലാർജസ്റ്റ് നമ്പർ ഈസ് 14. സോ
ദിസ് ഇസ് സക്സസ്ഫുൾ. സോ നമ്മൾ എഴുതിയിട്ടുള്ള പ്രോഗ്രാം കറക്റ്റാണ്, നമുക്ക് കറക്റ്റായിട്ടുള്ള ഔട്ട്പുട്ട് തന്നെ കിട്ടി. I hope this is clear for you, and if you like this video you can go for the like button, comment, and also you can share. If you need more videos you can go for the subscribe button also. Thank you.